എനിക്ക് ഒരു സംശയമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 3ാം ടേമിലേക്കുള്ള അധികാര പ്രവേശനത്തിന്റെ പ്രഖ്യാപനമായിരിക്കും നാളെ രാവിലെ വോട്ടെണ്ണുന്നത് മുതൽ നടക്കാൻ പോകുന്നത്. അപ്പോഴും പറഞ്ഞില്ലേ കിട്ടൂല കിട്ടൂലാന്ന്, കിട്ടൂല കിട്ടൂലാന്ന്, അപ്പോഴും പറഞ്ഞില്ലേ കിട്ടൂല കിട്ടൂലാന്ന്, കിട്ടൂല കിട്ടൂലാന്ന്. മേളിൽ കയറിയിട്ട് വേല കാട്ടാൻ ദാസൻ തമ്പ്രാന് പൂതി വന്ന്, ദാസൻ തമ്പ്രാന്റെ കൂടെ കൂടാൻ അന്തം കമ്മികൾ കാശ വന്ന്. അപ്പോഴും പറഞ്ഞില്ലേ കിട്ടൂല കിട്ടൂലാന്ന്, കിട്ടൂല കിട്ടൂലാന്ന്. പൂതി കൊണ്ട് ചോപ്പുടുപ്പ് ചാർത്തിദാസൻ, അതില് പോക്കറ്റും 16 തയ്ച്ചു വെച്ച്, ചിരിയും മധുരവും ചുണ്ടേൽ തേച്ച്, നാട് നീളെ ചുറ്റിയടിച്ച്, നാട് നീളെ ചുറ്റിയടിച്ച്. അപ്പോഴും പറഞ്ഞില്ലേ കിട്ടൂല കിട്ടൂലാന്ന്, കിട്ടൂല കിട്ടൂലാന്ന്. അപ്പോഴും പറഞ്ഞില്ലേ കിട്ടൂല കിട്ടൂലാന്ന്, കിട്ടൂല കിട്ടൂലാന്ന്. എന്തൊക്കെ ബഹളമായിരുന്നു. പാവങ്ങടെ കഞ്ഞിപ്പാത്രം ഊതി വീർപ്പിക്കാൻ മറ്റാരുണ്ട്, 110 സീറ്റ്. അങ്ങനെ ദാസൻ ഫ്യൂസായി. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 110 സീറ്റാണ് ഉന്നം വെക്കുന്നത്. ഉന്നം നമുക്ക് പണ്ടേ കൃത്യമാണല്ലോ, അതുകൊണ്ട് 110 തികച്ച് കിട്ടി. 140 ഉന്നം വെച്ചിരുന്നെങ്കിൽ വിജയം കുറെ കൂടെ മിന്നിയനെ കേട്ടോ. പോട്ടെ, 110 എങ്കിൽ 110. തരിയുടെ ആ ഒരു പവർ നാട്ടുകാർക്കൊക്കെ മനസ്സിലായല്ലോ, അത് മതി. ആ സാഹചര്യം ഇപ്പോഴും ഉണ്ട്. നേരത്തെ അതിനെ കൂടി ആ സാഹചര്യം കൂടിയിരിക്കുകയാണ്, പക്ഷെ നമ്മൾ സീറ്റ് വർദ്ധിപ്പിച്ചില്ല. വർദ്ധിപ്പിച്ചോളൂ. ഗണിതത്തിൽ നമ്പറുകൾ ഇനിയും കിടക്കുകയല്ലേ മുകളിലോട്ട്. വായ കൊണ്ട് ഇത്രേ ഓവർ ഡ്യൂട്ടി ചെയ്തിട്ടും ഒരു ഫലം ഉണ്ടാകാതെ പോയല്ലോ മാസ്റ്ററെ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാ നല്ലത്. പറഞ്ഞതും ചെയ്തതും ഒക്കെ മതി. ഇപ്പൊ വൈകിട്ട് എന്താ മോനെതിരേശ പരിപാടി? രക്തഹാരങ്ങൾ വാടിയിട്ടില്ല, കട്ടൻ ചായ ആറിയിട്ടില്ല, പരിപ്പ് വട കുതിർന്നിട്ടുമില്ല. ഇപ്പോൾ ആഘോഷിക്കല്ലേ? ആഘോഷിക്കണം. കേരളത്തിലെ പൊതുജനത്തിന് ഇത്രയും വിവരം വെച്ചത് ആഘോഷിക്കുക തന്നെ വേണം. വിവരം വെക്കാൻ കാരണം നിങ്ങൾ തന്ന കഴിഞ്ഞ 10 കൊല്ലത്തെ അവിസ്മരണീയമായ സംഭാവനകളല്ലേ? ആണ്. അതുകൊണ്ട് ഇതടിച്ച് പൊളിച്ച് ആഘോഷിക്കണം. അയ്യോ, പണ്ട് നിയമസഭയിലൊക്കെ കാണിച്ച അടിക്കലും തകർക്കലും അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, അതല്ലേ വശമുള്ളൂ. ഇത് വേറെ ആഘോഷം. ആഘോഷം. ഒരാളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ട്. പുള്ളി മുണ്ട് മടക്കിയോ അതോ മുണ്ട് പൊക്കിയോ എന്നൊന്നറിയണമല്ലോ. കോൺഗ്രസ് ഉണ്ടാക്കിയാണല്ലോ ഈ പരിവാക്കിയത്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതിന്റെ കൂടുതലും കൊണ്ടാണല്ലോ ഇങ്ങനെ ഇത്രയും ദാരുണമായിട്ട് ഇല്ലാതായത്. പണമില്ലേലും ഞങ്ങൾ പോകില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നവരാ. നിങ്ങൾക്ക് എന്നാ ഞങ്ങളെ പറ്റി അറിയാം? നിങ്ങളെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ളതായിരുന്നു നിങ്ങളുടെ അറിവ് അല്ലേ? യഥാർത്ഥത്തിൽ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ളതായിരുന്നു സത്യം. ഞങ്ങളെ, അതായത് പൊതുജനത്തെ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ദറിയാശാനെ. എന്നാ പിന്നെ പുല്ലേന്നും പറഞ്ഞുകൊണ്ട് ആ മുണ്ടങ്ങ് പൊക്കിയേരെ, അല്ല മുണ്ട് മടക്കി കുത്തിയേരെ. അതും കൂടെ ഇനി ചുമ്മാ താഴെ കിടന്ന് എഴഞ്ഞ് ചെളിയാകണ്ട. പിന്നെ ഇന്നാ പിടിച്ചോന്നും പറഞ്ഞ് ജനങ്ങൾ കിറിയുടെ താഴെ കൊണ്ട് വെച്ച് തന്നത് കണ്ടില്ലേ? എന്നതൊക്കെയാണെങ്കിലും ശിവൻകുട്ടി അദ്ദേഹം ഉണ്ടല്ലോ, മുൻകൂർ ജാമ്യം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, കേന്ദ്ര മന്ത്രിയായിരുന്നു, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഫസ്റ്റ് ജയിച്ചവരെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ഫസ്റ്റ് കിട്ടിയില്ലേ എന്തര്, അണ്ണന് സെക്കൻഡ് കിട്ടിയല്ല. ആ ട്രോഫി കൊണ്ട് തൽക്കാലം ചെന്ന് ഷെൽഫേ വെക്ക്. പിന്നെന്തരാണെന്നാ പറഞ്ഞേ? രാജീവ് ചന്ദ്രശേഖർ, പുള്ളിയുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, പണ്ടത്തെ കേന്ദ്രമന്ത്രി, ജയിക്കണമെന്ന് മോദി അതിയായിട്ട് ആഗ്രഹിച്ച ആള് അല്ലേ? ഇങ്ങനെയല്ലേ പറഞ്ഞത്? അണ്ണൻ ഇങ്ങനെ പറയാനുള്ളതൊന്നും കയ്യിലില്ലേ അണ്ണാ? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകളായ അഭ്യാസവും തൊഴിലില്ലായ്മയും കൈകാര്യം ചെയ്യുന്ന മഹാൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ പദവി കാലാകാലങ്ങൾ കുടുംബസ്വത്ത് പോലെ അനുഭവിച്ച ആള്. ഡെസ്കിന്മേൽ താണ്ഡവ പെരുമാൾ എന്നറിയപ്പെടുന്ന ഒരേ ഒരു ശിവൻകുട്ടി.
എല്ലാത്തിലും ഉപരി നമ്മുടെ എക്സ് രായാവ് പിണറായി തമ്പുരാൻ സ്നേഹവും വാത്സല്യവും ഉപദേശവും കടാക്ഷവും തന്ന് ധന്യനാക്കിയ ഭക്തൻ. പോട്ടെ, ജനങ്ങൾക്ക് വിവരം വെച്ചു എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പുറത്തല്ലേ എല്ലാം കൈവിട്ടു പോയത്. സധാമാനിക്ക് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ആരും വിശ്വസിക്കില്ല. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അത്രേ ഉള്ളു കാര്യം. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒറ്റ എണ്ണം നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലെന്ന് ജനം തിരിച്ചറിഞ്ഞു പോയി. തോൽവിയുടെ കാരണങ്ങളൊന്നും അന്വേഷിച്ച് ഇനി വർഷങ്ങൾ നീണ്ട ഗവേഷണവും പരിശോധനയും ഒന്നും നടത്താൻ മെനക്കെടണ്ട. ഇത് തന്നെ കാര്യം. കുടിച്ച വെള്ളത്തിൽ ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അതുമാത്രമല്ല, വാക്കിന് വിലയില്ല. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ BJP ഈ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ശിവൻകുട്ടി അദ്ദേഹത്തെ പോലുള്ള സർവ്വസാധാരണക്കാർക്ക് ജയിക്കാൻ പറ്റാത്ത സാഹചര്യം BJP ഈ രാജ്യത്തുണ്ടാക്കി അല്ലേ? മുണ്ടു മടക്കി നെഞ്ചിന്മേലെ ഉടുത്ത് പൊതുമുതൽ നശിപ്പിക്കാൻ ഒരുമ്പെട്ട ഒരു സാധാരണക്കാരനായ അഭ്യാസ മന്ത്രിക്ക് ഇവിടെ മത്സരിക്കണ്ടേടേ, ജയിക്കണ്ടേടേ? BJPയോട് ഇതിനൊക്കെ കാറലുമിത്തപ്പൻ ചോദിച്ചോളൂ. കോർപ്പറേഷൻ പോയപ്പോൾ തന്നെ അണ്ണൻ അരപ്പരുവത്തിലായിരുന്നു. ഇപ്പതാ തികഞ്ഞു. അപ്പൂപ്പൻ്റെ പൊന്നു മക്കളെ, അപ്പൂപ്പൻ പരൂക്ഷ തോറ്റടാ. വീണച്ചേച്ചിയുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വേദന കൊണ്ട് ഞങ്ങളുടെ പെടലി പിടയുകയാ. പണ്ട് മോണോ ആക്ടിന് സ്റ്റേജിൽ പോലും ഇത്രയും ആത്മാർത്ഥമായിട്ട് ചേച്ചി അഭിനയിച്ചിട്ടില്ല. അതുപോലുള്ള പെർഫോമൻസ് അല്ലേ പല സമയത്തായിട്ട് കാഴ്ചവെച്ചത്. അതൊന്നും അസ്ഥാനത്തായി പോയില്ലല്ലോ മിത്തപ്പ. വീടും ഒറ്റയ്ക്ക് തലയെ ചുമന്നുകൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലോകത്തിൻ്റെ ഉച്ചിയിലെത്തിച്ച ബിന്ദു ചേച്ചിയുടെ ദുഃഖത്തിലും ഞങ്ങൾ ആത്മാർത്ഥമായി പങ്കുചേരുകയാണ്. പിന്നെ ജംഗ്ഷൻ തോറും കള്ളൊഴുക്കിയിട്ടും രായേഷണ്ണനോട് മലയാളികൾ കാണിച്ച നന്ദികേടിനെ പറ്റിയും ഈ സമയത്ത് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ. മോശമായിപ്പോയി, മോശം. രായിവണ്ണനും സൈഡായി. ഇനിയിപ്പോൾ ആര് പ്രതിപക്ഷ നേതാവാകും എന്നാ അതാ ചോദ്യം. മന്ത്രിമാരെല്ലാം കൂടോടല്ലേ ഭരണവിരുദ്ധമല്ലാത്ത ജനവികാരത്തിൽ കുത്തിയൊലിച്ചു പോയത്. എന്തായിരുന്നാലും കേവല ഭൂരിപക്ഷം നേടി ഭരണത്തിൽ വരും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് സംശയമില്ല. എൻ്റെ പ്രതീക്ഷ അതാണ്. ഏതായാലും എല്ലാവരും ചെയ്യുന്നത് പോലെ ശവങ്ങളിൽ കൂടുതലിട്ട് കുത്താൻ ഞാനില്ലേ. എനിക്ക് ഈ വിഷമങ്ങളൊന്നും കാണാൻ ശേഷിയില്ലെന്നേ. പിന്നെ നാട്ടുകാർക്ക് കടുത്ത ചൂടിലും മരണമാസ പ്രകടനം കാഴ്ചവെച്ച് തകർത്ത എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ മനസാക്ഷിയുടെ അഭിവാദ്യങ്ങൾ.